Okay, let us start. പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. രണ്ട് തരത്തിൽ ഡെൽറ്റ ഫങ്ഷൻസ് അപ്പിയർ ചെയ്യാറുണ്ട് ഇൻ ജനറൽ. ഒന്ന്, വെക്റ്റർ ഫീൽഡിൽ ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ വരുന്ന സാഹചര്യങ്ങളിൽ ഡെൽറ്റ ഫങ്ഷൻ വരാറുണ്ട്. മറ്റൊരെണ്ണം സ്കെയിലാർ ഫീൽഡുകളിൽ 1/r വരുമ്പോൾ അതിൻ്റെ ലാപ്ലേഷൻ എടുക്കുന്ന സിറ്റുവേഷൻസിൽ ഡിറാ ഡെൽറ്റ അപ്പിയർ ചെയ്ത് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. പ്രോബ്ലംസിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വെക്റ്റർ ഫീൽഡ് E that is defined as some 1 plus e raised to minus അത്രയേറെ പോകണ്ട, ഞാനത് കുറയ്ക്കാം. ഇറ്റ് ഈസ് സം e raised to minus kr by r square r cap. e raised to minus kr by r square r cap. The problem is what is del dot a. ചെയ്തു നോക്കാം. വാട്ട് ഈസ് ഡെൽ ഡോട്ട് എ? ചെയ്തോളൂ. ദ വെക്റ്റർ ഫീൽഡ് എ ഈസ് ഈക്വൽസ് e raised to minus kr by r square r cap. Calculate divergence of A. Do it. ഓക്കെ, ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാം. അതായത് ഡെൽ ഡോട്ട് എ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡെൽ ഡോട്ട് എ ദാറ്റ്സ് ഈക്വൽസ് 1/r സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് അപ്രോച്ച്. 1/r സ്ക്വയർ ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു ദ റേഡിയൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ആർ ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ആർ ക്യാപ്പിൻ്റെ കമ്പോണൻറ്റ് മാത്രമേ ആക്ച്വലി ഉള്ളൂ. അത് e raised to minus kr by r square. e raised to minus kr by r square. സോ ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ 1/r സ്ക്വയർ ഡോ ബൈ ഡോ ആർ ഓഫ് e raised to minus kr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് e raised to minus kr ഇൻറ്റു മൈനസ് കെ. സോ ദിസ് ഈസ് minus k by r e raised to minus kr. Okay, minus k by r e raised to minus kr. minus k by r e raised to minus kr. ഇനി r square ഇല്ലേ? സോറി, r square മൈനസ് കെ ബൈ ആർ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് കെ ആർ. ഇനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ
ഡെൽ ഡോട്ട് എ ഇൻറ്റു ബി ഇങ്ങനെ ഞാൻ ട്രീറ്റ് ചെയ്യണം. ഡെൽ ഡോട്ട് എ സ്കെയിലർ ഫംഗ്ഷൻ ഇൻറ്റു എ വെക്റ്റർ ഫംഗ്ഷൻ. ഇതിന് നമുക്ക് ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് ബി ഡോട്ട് ഡെൽ എ പ്ലസ് എ ഇൻറ്റു ഡെൽ ഡോട്ട് ബി. എ ഇൻറ്റു ഡെൽ ഡോട്ട് ബി പ്ലസ് ബി ഇൻറ്റു ബി ഡോട്ട് ഡെൽ എ. ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. അപ്പം ഞാൻ ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെൽ ഡോട്ട് എ ഓർ ഡെൽ ഡോട്ട് ഓക്കെ എ എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് എയുടെ വാല്യൂ ഇ റൈസ് ടു മൈനസ് കെ ആർ ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്പ് എന്നാണ്. അതിനെ ഞാൻ ഇങ്ങനെ എഴുതാണ്, ഇ റൈസ് ടു മൈനസ് കെ ആർ ഇൻറ്റു ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ. അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പോലെ എ സ്കെയിലർ ഫംഗ്ഷൻ ഇൻറ്റു എ വെക്റ്റർ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലായി. ഓക്കെ, അപ്പോൾ ഞാൻ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈക്വൽസ്, ആദ്യം എ ഡോട്ട് ഡെൽ ബി എടുക്കുകയാണെങ്കിൽ ഇ റൈസ് ടു മൈനസ് കെ ആർ ഇൻറ്റു ഡെൽ ഡോട്ട് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ പ്ലസ് ബി ഡോട്ട് ഡെൽ എ, അതാണ് അടുത്ത ടൈം വേണ്ടത്. ബി ഡോട്ട് ഡെൽ എ എന്ന് പറയുമ്പോൾ അത് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ ഡോട്ട് ഡെൽ ഓഫ് ഇ റൈസ് ടു മൈനസ് കെ ആർ. del of e raised to minus kr. So r cap by r square dot del of e raised to minus kr. E raised to minus kr into, what is del dot r cap by r square? It is Dirac delta function 4 pi delta cube r plus r cap by r square dot del of e raised to minus kr. Del of e raised to minus kr എന്ന് പറയുമ്പോൾ again r cap dou by dou r of e raised to minus kr. Dou by dou r of e raised to minus kr എന്ന് പറയുമ്പോൾ അത് e raised to minus kr into minus k. This is actually del dot a. അതിനെ എനിക്ക് കുറച്ചും കൂടി റെഡ്യൂസ് ചെയ്യാം. This equals, ഈ ഫസ്റ്റ് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇ റൈസ് ടു മൈനസ് കെ ആർ ഇൻറ്റു 4 പൈ ഡെൽറ്റ ക്യൂബ് ആർ എന്ന് പറയുന്ന ഫസ്റ്റ് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ഡെൽറ്റ ഹാസ് വാല്യൂ ഓൺലി അറ്റ് ആർ ഈക്വൽ ടു ആർ സീറോ ആൻഡ് ആർ ഈക്വൽ ടു സീറോ ആൻഡ് ഫോർ ആർ നോട്ട് ഈക്വൽ ടു സീറോ ഡെൽറ്റ ഈസ് സീറോ. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റയ്ക്ക് ഒരു എക്സിസ്റ്റൻസ് ഉള്ളത് ആർ ഈക്വൽ ടു സീറോയിൽ മാത്രമാണ്. ഇ റൈസ് ടു മൈനസ് കെ ആറിലേക്ക് വരികയാണെങ്കിൽ ആർ ഈക്വൽ ടു സീറോയിൽ ഇ റൈസ് ടു മൈനസ് കെ ആർ 1 ആകും. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇ റൈസ് ടു മൈനസ് കെ ആറിന് ഒരു വാല്യൂ ഉണ്ടാകും, ബട്ട് ഈ ടേമിന് എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. കാരണം ആർ ഈക്വൽ ടു സീറോയിൽ മാത്രമാണ് ഡെൽറ്റയ്ക്ക് വാല്യൂ ഉള്ളത്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഡെൽറ്റ സീറോ ആയിപ്പോകും. ഇവിടെ ആർ ഈക്വൽ ടു സീറോയിൽ 1 ആണ്. അതുകൊണ്ട് തന്നെ ഈ ടൈമിനെ സിമ്പിളി എനിക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് ഈസ് ആക്ച്വലി 4 പൈ ഡെൽറ്റ ക്യൂബ് ആർ. ആ ഇ റൈസ് ടു മൈനസ് കെ ആർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ആർ ഈക്വൽ ടു സീറോയിലാണ് ഡെൽറ്റയ്ക്ക് വാല്യൂ ഉള്ളത്. ആ സമയത്ത് ഇ റൈസ് ടു മൈനസ് കെ ആർ 1 ആണ്. ഓക്കെ, മൈനസ് ആർ ക്യാപ് ഡോട്ട് ആർ ക്യാപ് ഈസ് 1, ദെൻ ഇറ്റ് ഈസ് കെ ബൈ ആർ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് കെ ആർ. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത സമയത്ത്, ഐഡൻറ്റിറ്റി എക്സാക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ ആൻസർ ചെയ്തിരിക്കുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ മൈനസ് കെ ബൈ ആർ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് കെ ആർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ ഒരു അഡീഷണൽ ടൈം കൂടി വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം ഒറിജിൻ. ഓക്കെ,
അപ്പോൾ ആ ഡയറക്റ്റ് അപ്രോച്ചിൽ ഡൈവർജൻസിൻ്റെ ഒറിജിനിൽ നിന്നുള്ളൊരു കോൺട്രിബ്യൂഷനെ പിക്കപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാനുള്ള റീസൺ. അപ്പോൾ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ഒറിജിനിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് ഇതാണ്, നിങ്ങൾ ഫംഗ്ഷനിൽ എവിടെയെങ്കിലും വെക്റ്റർ ഫീൽഡിൽ എവിടെയെങ്കിലും ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ വന്നിട്ടുണ്ടെങ്കിൽ ഡൈവർജൻസിൽ ഡെൽറ്റ ഫംഗ്ഷൻ അപ്പിയർ ചെയ്യും എന്ന് ഒരു മുൻധാരണ നമുക്ക് വേണം. ആ വെക്റ്റർ ഫീൽഡ് കാണുമ്പോഴേ അതിൻ്റെ ഡൈവർജൻസിൽ ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ ഉണ്ടെങ്കിൽ ഡെൽറ്റ ഫംഗ്ഷൻ അപ്പിയർ ചെയ്യും എന്നുള്ളത് നമുക്കൊരു മുൻധാരണയുണ്ടെങ്കിൽ യു ഷുഡ് യൂസ് ദി ഐഡൻറ്റിറ്റി. അങ്ങനെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി എക്സാക്ട് ഡൈവർജൻസ്. ഓക്കെ, അതല്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം ആ ഒറിജിൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രം നിങ്ങൾക്ക് കിട്ടില്ല. മറ്റൊരു പ്രോബ്ലം, വെക്റ്റർ എ ദാറ്റ്സ് ഈക്വൽസ് 1 minus e raised to minus kr by r square r cap. Calculate del dot a. Do it. Calculate del dot a. ഓക്കെ, ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് ഇതാണ് കിട്ടിയെന്ന് നോക്കാം. ഡെൽ ഡോട്ട് എ ചെയ്യുമ്പോൾ ദാറ്റ്സ് ഈക്വൽസ് ഡെൽ ഡോട്ട്, ഞാൻ ഇതിനിങ്ങനെ അങ്ങ് മാറ്റുന്നു, 1 minus e raised to minus kr ഇൻറ്റു ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ അതൊരു സ്കെയിലാർ ഫീൽഡ്, ഒരു വെക്ടർ ഫീൽഡുമായി. അപ്പോൾ എനിക്കിനി ഇങ്ങനെ എഴുതാം, 1 minus e raised to minus kr ഇൻറ്റു ഡെൽ ഡോട്ട് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ പ്ലസ് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ ഡോട്ട് ഡെൽ ഓഫ് 1 minus e raised to minus kr. Identity use ചെയ്യും. Okay, then it is 1 minus e raised to minus kr into
del dot r cap by r square, it is Dirac delta function 4 pi delta cube r plus r cap by r square dot del of e raised to minus kr. Del of e raised to minus kr is r cap into dou by dou r of 1 minus e raised to minus kr. Dou by dou r of 1 is 0 minus of e raised to minus kr into minus k. E raised to minus kr into minus k. Again 4 pi delta cube r le ഡെൽറ്റയിലേക്ക് നോക്കുക. ഡെൽറ്റയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഡെൽറ്റ ഹാസ് വാല്യൂ only at r equal to 0. Elsewhere delta function is 0. അപ്പോൾ ഡെൽറ്റയുടെ എക്സിസ്റ്റൻസ് r equal to 0യിൽ മാത്രം. ആ r equal to 0യിൽ e raised to minus kr-ൻ്റെ വാല്യൂ 1 ആണ്. r equal to 0യിൽ e raised to minus kr 1 ആണ്. അപ്പോൾ 1 minus 1 എന്ന് പറയുന്നത് 0 ആയി പോകും. ഓക്കെ, r equal to 0യിൽ മാത്രമാണ് ഡെൽറ്റയ്ക്ക് എക്സിസ്റ്റൻസ് ഉള്ളത്. അവിടെ 1 minus e raised to minus kr 0 ആയി പോകും. r not equal to 0യിൽ ഡെൽറ്റ 0 ആയി പോകും. ബട്ട് 1 minus e raised to minus kr നോൺ സീറോ വാല്യൂ ആയിട്ടുണ്ടാകും. കാര്യമില്ല, കാരണം ഒരാൾ 0 ആയി പോയി. ഓക്കെ, ഡെൽറ്റ 0 ആകുന്ന സ്ഥലത്ത് 1 minus e raised to minus kr നോൺ സീറോ ആണ്. ഇനി 1 minus e raised to minus kr 0 ആയ സ്ഥലത്ത് ഡെൽറ്റ നോൺ സീറോ ആയിട്ട്. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി ഈ ടേമിന് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. അപ്പോൾ അതങ്ങ് പോകും. ബാക്കി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ക്യാപ് ഡോട്ട് ആർ ക്യാപ് ഈസ് 1, ഇറ്റ് ഈസ് പ്ലസ് കെ ബൈ ആർ സ്ക്വയർ ഇ റൈസ്ഡ് ടു മൈനസ് കെ ആർ. കെ ബൈ ആർ സ്ക്വയർ ഇ റൈസ്ഡ് ടു മൈനസ് കെ ആർ. ഇത് നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാല്യൂ തന്നെ കിട്ടും. കെ ബൈ ആർ സ്ക്വയർ ആ എക്സ്പ്രഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാല്യൂ തന്നെ കിട്ടും. കെ ബൈ ആർ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് കെ ആർ എന്ന് കിട്ടും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്. അതായത് ഒരു വെക്റ്റർ ഫീൽഡിൽ ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഡിറാക് ഡെൽറ്റയുടെ പോസിബിലിറ്റിയിലേക്ക് നിങ്ങൾ പോകണം. അത് ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോവുക. ഓക്കെ, അപ്പോൾ ആ ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഡെൽറ്റ ഫംഗ്ഷൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും വാശി പിടിക്കരുത്. അവിടെ ഡെൽറ്റ ഫംഗ്ഷൻ്റെ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ അത് ഡിസപ്പിയർ ചെയ്ത് പോകാം. ഓക്കെ, ആ ഫംഗ്ഷൻ കാണുമ്പോൾ അതിൻ്റെ ഒരു അപ്പിയറൻസ് ഫീൽ ചെയ്യുമെങ്കിലും ഫൈനലി അത് ഡിസപ്പിയർ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ടാകും. ഓക്കെ, കാരണം ആ ഫംഗ്ഷനിൽ 2 ഡെൽറ്റ ഫംഗ്ഷൻസിൻ്റെ സാധ്യതകളുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ എനിക്കിതിനെ ഇങ്ങനെ കാണാം. ഇതിനെ ഈ ഒരു ഫംഗ്ഷനെ നിങ്ങൾ 1 ബൈ ആർ സ്ക്വയർ മൈനസ് ഇ റൈസ് ടു മൈനസ് കെ ആർ ബൈ ആർ സ്ക്വയർ എന്ന് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ 2 ഡെൽറ്റ ഫംഗ്ഷൻ്റെ സാധ്യതകളുണ്ട്. അപ്പോൾ ഒന്ന് മറ്റതിനെ കിൽ ഓഫ് ചെയ്യുന്ന തരത്തിലാണെങ്കിൽ അവ വാനിഷ് ചെയ്തു പോകും. ഈ പ്രോബ്ലത്തിൽ തന്നെ അത് 1+ ആയിരുന്നെങ്കിൽ അത് വാനിഷ് ചെയ്യില്ലായിരുന്നു. 1+ എന്ന് പറഞ്ഞിട്ടാണ് ആ വെക്റ്റർ ഫീൽഡ് എഴുതിയിരുന്നതെങ്കിൽ അവിടെ ഡെൽറ്റ ഫംഗ്ഷൻ വാനിഷ് ചെയ്ത് പോകില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ മോർ ദാൻ 1 ഡെൽറ്റ ഫംഗ്ഷൻസിൻ്റെ പ്രസൻസ് ഒക്കെ വരുന്ന ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അവിടെ ഡെൽറ്റ ഫംഗ്ഷൻ അപ്പിയർ ചെയ്യാനും ഡിസപ്പിയർ ചെയ്യാനുള്ളതൊക്കെയുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള പ്രാക്ടീസിലൂടെയാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫങ്ഷൻസ് കാണുമ്പോൾ ഡെൽറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക, എക്സിസ്റ്റ് ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. ഓക്കെ, മറ്റൊരു പ്രോബ്ലം. A scalar field phi which is defined as e raised to minus kr by r. What about del square phi? Calculate it. Del square phi.
ഡെൽ സ്ക്വയർ ഫൈ. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് അപ്രോച്ചിൽ എന്താണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഡെൽ സ്ക്വയർ ഫൈ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് നമ്മൾ ആ എക്സ്പ്രഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെൽ സ്ക്വയർ ഫൈ എന്ന് പറയുന്നത് 1/r² ഡോ ബൈ ഡോ ആർ ഓഫ് r² ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ഇ റൈസ്ഡ് ടു മൈനസ് കെ ആർ ബൈ ആർ. ഓക്കെ, ഇത് വേണം നമ്മൾ ചെയ്യാൻ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1/r² ഡോ ബൈ ഡോ ആർ ഓഫ് r² ഇൻറ്റു ഓക്കെ ഇ റൈസ്ഡ് മൈനസ് കെ ആർ ബൈ ആറിൻ്റെ ഡെറിവേറ്റീവ് എഴുതാം. അപ്പോൾ 1/r ഇൻറ്റു ഇ റൈസ്ഡ് മൈനസ് കെ ആർ ഇൻറ്റു മൈനസ് കെ പ്ലസ് ഇ റൈസ്ഡ് മൈനസ് കെ ആർ ഇൻറ്റു മൈനസ് 1/r². ദാറ്റ്സ് ഈക്വൽസ് 1/r² ഡോ ബൈ ഡോ ആർ ഓഫ് ഈ r² നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മൈനസ് കെ ആർ ഇൻറ്റു ഇ റൈസ്ഡ് മൈനസ് കെ ആർ മൈനസ് രണ്ട് ടൈമിൽ മൈനസ് ഉണ്ട്, r² ക്യാൻസൽ ചെയ്തു പോകും, ഇ റൈസ്ഡ് മൈനസ് കെ ആർ ഓർ ഇറ്റ് ഈസ് 1/r² ഡോ ബൈ ഡോ ആർ ഓഫ് രണ്ടിടത്ത് മൈനസ് ഉള്ളതുകൊണ്ട് ആ മൈനസ് ഞാൻ പുറത്തെടുത്തു. കെ ആർ ഇ റൈസ്ഡ് മൈനസ് കെ ആറിൻ്റെ ഡെറിവേറ്റീവ് കെ ആർ ഇ റൈസ്ഡ് മൈനസ് കെ ആറിൻ്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ മൈനസ് കെ ഇൻ നോട്ട് മൈനസ് കെ ഇറ്റ് ഈസ് പ്ലസ് കെ. ഓക്കെ, ഇറ്റ് ഈസ് കെ ഇൻറ്റു ആർ ഇ റൈസ്ഡ് മൈനസ് കെ ആറിൻ്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ ഇ റൈസ്ഡ് മൈനസ് കെ ആർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആർ പ്ലസ് കെ ആർ ഇൻറ്റു ഇ റൈസ്ഡ് മൈനസ് കെ ആറിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ്ഡ് മൈനസ് കെ ആർ ഇൻറ്റു മൈനസ് കെ പ്ലസ് നോട്ട് പ്ലസ് യെസ് ഇ റൈസ്ഡ് മൈനസ് കെ ആറിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ്ഡ് മൈനസ് കെ ആർ ഇൻറ്റു മൈനസ് കെ. അപ്പോൾ ഈ കെ ഇ റൈസ്ഡ് മൈനസ് കെ ആറും മൈനസ് കെ ഇ റൈസ്ഡ് മൈനസ് കെ ആറും ക്യാൻസൽ ചെയ്തു പോകും. പുറത്തെ മൈനസും അകത്തെ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആകും. k² ഒരു r ഉണ്ട്, ഒരു 1/r² ഉണ്ട്, 1/r. സോറി, ഇവിടെ ഡെറിവേറ്റീവ് നമ്മൾ എടുത്തു, റൈറ്റ്? പിന്നെ നമ്മൾ ഇത് എഴുതേണ്ട കാര്യമില്ല, ഡെറിവേറ്റീവ് എടുത്തതാണ്. ഓക്കെ, k²/r ഇൻറ്റു ഇ റൈസ്ഡ് മൈനസ് കെ ആർ, റൈറ്റ്? k²/r ഇ റൈസ്ഡ് മൈനസ് കെ ആർ. ഇതാണ് നമുക്ക് ഇതിൻ്റെ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട്. When Laplacian acting on phi, this is your result. എന്നാലേ ഇത് തന്നെ ഞാൻ മറ്റൊരു രീതിയിൽ ചെയ്ത് നോക്കാം. ഇതേ പ്രോബ്ലം തന്നെ മറ്റൊരു രീതിയിൽ ചെയ്യും. അതായത് ഫൈ എന്നുള്ളതിനെ ഓർ ഡെൽ സ്ക്വയർ ഫൈ എന്നുള്ളതിനെ ഡെൽ സ്ക്വയർ ഓഫ് ഇ റൈസ്ഡ് മൈനസ് കെ ആർ ബൈ ആർ. ഓക്കെ, ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, ഡെൽ സ്ക്വയർ ഓഫ് ഇ റൈസ്ഡ് മൈനസ് കെ ആർ ഇൻറ്റു 1/r. ഡെൽ സ്ക്വയർ ഓഫ് ഇ റൈസ്ഡ് മൈനസ് കെ ആർ ഇൻറ്റു 1/r. ഓക്കെ, അപ്പോൾ അത് രണ്ട് സ്കെയിലാർ ഫീൽഡുകളാണ്. ഇ റൈസ്ഡ് മൈനസ് കെ ആറും 1/r രണ്ട് സ്കെയിലാർ ഫീൽഡുകളാണ്. ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഡെൽ സ്ക്വയർ ഓഫ് എ ബി എന്ന് പറയുന്നത് എ ഡെൽ സ്ക്വയർ ബി പ്ലസ് ബി ഡെൽ സ്ക്വയർ എ പ്ലസ് 2 ടൈംസ് ഡെൽ എ ഡോട്ട് ഡെൽ ബി. ഇത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്ക്. എ ഡെൽ സ്ക്വയർ ബി പ്ലസ് ബി ഡെൽ സ്ക്വയർ എ പ്ലസ് 2 ടൈംസ് ഡെൽ എ ഡോട്ട് ഡെൽ ബി. ഈ ഒരു ഐഡൻറ്റിറ്റി നിങ്ങളൊന്ന് യൂസ് ചെയ്യൂ.
ഓക്കെ, ഞാൻ യൂസ് ചെയ്യാം. അപ്പം ഞാനിത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഈക്വൽസ് എ ഡെൽ സ്ക്വയർ ബി ഇ റൈസർ ടു മൈനസ് കെ ആർ ഇൻറ്റു ഡെൽ സ്ക്വയർ ഓഫ് 1/r പ്ലസ് 1/r ഇൻറ്റു del square of e raised to minus kr plus 2 times del of 1/r dot del of e raised to minus kr. Okay, so this equals e raised to minus kr into del square of 1/r. It is 4 pi minus 4 pi delta cube r. Del square of 1/r is Dirac delta function. So minus 4 pi delta cube r plus 1/r into del square of 1 e raised to minus kr 1/r square dou by dou r of r square dou by dou r of e raised to minus kr. Del square of 1/r square എഴുതുമ്പോൾ അല്ല del square of e raised to minus kr എഴുതുമ്പോൾ അത്രയും വേണം. 1/r square dou by dou r of r square into dou by dou r of the function e raised to minus kr plus 2 times del of 1/r. It is r cap dou by dou r of 1/r minus 1/r square dot again r cap dou by dou r of e raised to minus kr. It is e raised to minus kr into minus k into minus k. Okay. Again, first ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ ഡെൽറ്റ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ r ഈക്വൽ ടു 0യിൽ മാത്രമായിരിക്കും ഡെൽറ്റയ്ക്ക് വാല്യൂ ഉള്ളത്. ആ സമയത്ത് എക്സ്പൊണൻഷ്യൽ ടേം 1 ആണ്. ബാക്കിയുള്ള സമയത്തെല്ലാം എക്സ്പൊണൻഷ്യൽ 1 ആയിരിക്കില്ല, ബട്ട് ഡെൽറ്റ 0 ആകുമ്പോൾ അത് 0 ആയി പോകും. അപ്പോൾ പിന്നെ അവിടുത്തെ എക്സ്പൊണൻഷ്യൽ ടേമിൻ്റെ സിഗ്നിഫിക്കൻസ് പോകും. മൈനസ് 4 pi ഡെൽറ്റ ക്യൂബ് ആർ പ്ലസ് 1/r ക്യൂബ് ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് കെ ആറിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു മൈനസ് കെ ആർ ഇൻറ്റു മൈനസ് കെ പ്ലസ് 2 മൈനസുകൾ ചേർന്നിട്ട് പ്ലസ് ആവും. ആർ ക്യാപ്പ് ഡോട്ട് ആർ ക്യാപ്പ് ഈസ് 1. Then e raised to 2 times e raised to minus kr into k. Okay, അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ എഴുതാം. It is 2 times k e raised to minus kr. 2 times k e raised to minus kr by r square. By r square. Okay, again it is minus 4 pi delta cube r plus 1/r cube into or minus k പുറത്തെടുത്തു. then r square e raised to minus kr ൻ്റെ ഡെറിവേറ്റീവ് അത് r square e raised to minus kr into minus k plus 2r e raised to minus kr plus 2 times k e raised to minus kr by r square. Okay, del square phi that is minus 4 pi delta cube r മൈനസ് ഈ കെ ബൈ ആർ ക്യൂബ് അങ്ങനത്ത് കയറ്റുകയാണെങ്കിൽ കെ ഇ റൈസർ ടു മൈനസ് കെ ആർ ബൈ ആർ സ്ക്വയറിനെ ക്യാൻസൽ ചെയ്ത് പോകും. കെ അല്ലല്ലോ, അതൊരു മൈനസ് കെ നിൽക്കുന്നതുകൊണ്ട് അത് പ്ലസ് കെ സ്ക്വയർ എന്നാണ്. ഓക്കെ, പ്ലസ് കെ സ്ക്വയർ ഇ റൈസർ ടു മൈനസ് കെ ആർ ബൈ ആർ. അടുത്തതാണെങ്കിൽ ഒരു മൈനസ് 2k by r square e raised to minus kr plus 2k by r square e raised to minus kr. അപ്പോൾ ഈ രണ്ട് ടേമുകളും ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് minus 4 pi
ഡെൽറ്റ ക്യൂബ് ആർ പ്ലസ് കെ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് കെ ആർ ബൈ ആർ. ഇതാണോ നേരത്തെ കിട്ടിയേക്കെന്ന് നോക്കാം. നേരത്തെ കിട്ടിയിരിക്കുന്ന റിസൾട്ട് നോക്കൂ. കെ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് കെ ആർ ബൈ ആർ. അപ്പോഴും നമുക്ക് ആ ഒറിജിനിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടില്ല. കെ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് കെ ആർ ബൈ ആർ plus an additional term which represent the contribution of divergence from the origin. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇങ്ങനൊരു പോയിൻ്റാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് തരുന്ന ഫങ്ഷൻസിൽ 1/r ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലാപ്ലേഷ്യൻ എടുക്കുന്ന സാഹചര്യങ്ങൾ ഡെൽറ്റ ഫംഗ്ഷൻ അപ്പിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ആ ഐഡൻറ്റിറ്റിയും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ആ വെക്റ്റർ ഐഡൻറ്റിറ്റിയും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, സോ ദിസ് ഈസ് ഡിറാക് ഡെൽറ്റ ഫങ്ഷൻസ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് അപ്പിയർ ചെയ്ത് വരുന്നത് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അത്രയേറെ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞത്. ഈ പ്രോബ്ലംസ് എല്ലാം ഇതുപോലെ തന്നെ അപ്പിയർ ചെയ്യുന്നുണ്ടാവും. ഈ കെയിലൊക്കെ വരുന്ന മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കോൺസ്റ്റൻറ്റുകളൊക്കെ വേറെ ഏതെങ്കിലും തരത്തിൽ യൂസ് ചെയ്യുന്നതൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്കിത് ഓർമ്മയുണ്ടാവുക എന്നുള്ളതാണ് പ്രാധാന്യം. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു ഓർമ്മയില്ല എങ്കിൽ ഒരു കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും, ആ എക്സ്പ്രഷൻ ബേസ് ചെയ്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകും. ബട്ട് ഇതിനെ കാണുമ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ഡെൽറ്റ ഫങ്ഷൻസിനെ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കലാണ് എന്നൊരു ഓർമ്മ നിങ്ങൾക്കില്ല എങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, so these are the points related to delta functions and the mathematical tools for doing electrodynamics. അപ്പോൾ ആദ്യം അറിയേണ്ടത് ആക്ച്വലി നിങ്ങൾക്ക് വെക്ടേഴ്സിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. ഓക്കെ, അത് നമ്മൾ നോക്കി. രണ്ടാമത്തെ കേസ് കോർഡിനേറ്റ് സിസ്റ്റം. കോർഡിനേറ്റ് സിസ്റ്റംസ് ഒരു ധാരണ ഉണ്ടാവണം. 3, ഗ്രേഡിയൻറ്റ്, ഡൈവർജൻസ്, കേൾ ആൻഡ് ലാപ്ലേഷ്യൻ. ഓക്കെ, അപ്പോൾ ഈ 4 ഓപ്പറേഷൻസ് നമുക്കറിയണം. ഗ്രേഡിയൻറ്റ്, ഡൈവർജൻസ്, കേൾ ആൻഡ് ലാപ്ലേഷ്യൻ ഓപ്പറേഷൻസ്. അപ്പോൾ ഈ ഓപ്പറേഷൻസ് അറിയണം. ഇൻ്റഗ്രൽ തിയറംസ് യൂസ് ചെയ്യാൻ അറിയണം. integrals and integral theorems. Integrals and integral theorems. And finally, Dirac delta function. Dirac delta function. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് എത്രത്തോളം നമ്മളിത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയാണോ അതിനനുസരിച്ചിട്ട് ഇത് നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് തുടങ്ങുകയാണ് വേണ്ടത്.
അത് ഇന്ന് വൈകുന്നേരം 7 മണിക്ക്. ഓക്കെ, താങ്ക് യു. ഇന്നിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി വൈകുന്നേരം 7 മണിക്ക്.